ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളധികം പാർട്ട്നേഴ്സിനെ പറ്റിയാണെന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കാം. ഫാമിലിയുടെ ഭാഗത്തുനിന്നും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നമുക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുക്കാതെ, കുട്ടികൾ എത്ര വലുതായാലും അവരുടെ ഓരോ കാര്യത്തിലും ഇടപെട്ട്, അവരുടെ കൂട്ടുകാരുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഇഷ്ടങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒരു രീതിയിലും സ്വാതന്ത്ര്യം കൊടുക്കാതെ അടക്കി പിടിച്ച് അവരുടെ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് സൗണ്ട് വെച്ച് എന്താ സംസാരിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യുക. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ടോക്സിക് ബിഹേവിയർ കാണിക്കുന്ന ഒരുപാട് പാരൻസും അല്ലെങ്കിൽ സിബ്ലിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പാരൻസാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണെന്ന് പറഞ്ഞ് ഒട്ടും മാറിപ്പോവാതെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, അത് ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ടോക്സിക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ അതുകൊണ്ട് സ്ട്രെസ്സ് കൂടിയിട്ട് നിങ്ങൾക്ക് തന്നെ അത് മാനസികാരോഗ്യത്തിന് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു അവസ്ഥ വന്നു ചേരുന്നതാണ്.